ഈ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ അടിപിടിയും അരാജകത്വവും കൊണ്ട് നമ്മുടെ കോളേജുകൾ വലിയ പൊതുശല്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് കൊലപാതകത്തിൽ വരെയൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പിടിയൊന്നുമില്ലാതെ നാട്ടുകാർ അന്തം വിട്ട് നിൽക്കുന്നു. വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്യുന്നു. എന്തെല്ലാം കോലാഹലം നടക്കുന്നു. ഇതിൻ്റെയൊക്കെ മൂല കാരണം രാഷ്ട്രീയമാണ്. എല്ലാം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? കോളേജിൽ രാഷ്ട്രീയമില്ലെങ്കിൽ എന്താകാശം ഇടിഞ്ഞു വീഴുമെന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അതിന് രാഷ്ട്രീയ ആവശ്യം എന്താ? ഈ കോളേജ് കഴിഞ്ഞിട്ട് പോരെ രാഷ്ട്രീയം? കലാലയ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ട് പണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ ആദ്യം ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് രംഗത്തിറങ്ങിയത് ABVP ആയിരുന്നു. തൊട്ട് പിന്നാലെ SFIയും KSUം എല്ലാം എണീറ്റ് വന്നു. ABVP രംഗത്തിറങ്ങിയതിൻ്റെ അർത്ഥം എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ABVP BJPയുടെ ഒരു പോഷക സംഘടനയാണോ? അല്ലല്ലോ. BJPയുടെ പ്രാങ്രൂപമായ ഭാരതീയ ജനസംഘം ഉണ്ടാക്കുന്നതിന് മുമ്പ് ജന്മം കൊടുത്തതാണ് ABVPക്ക്. ഒരുപക്ഷെ സംഘപരിവാറിലെ ഏറ്റവും വയസ്സുകൊണ്ട് സീനിയർ മോസ്റ്റ് എന്ന് വിളിക്കാവുന്നൊരു സംഘടന ABVP ആണ്. അവർക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് പോലും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ പോഷക സംഘടനയല്ല ABVP. മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാര്യങ്ങൾ കുറേക്കൂടെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയാണ് SFI. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പോഷക സംഘടനയാണ് KSU. ഓൾ ഇന്ത്യ തലത്തിൽ അത് NSUI എന്നുള്ള പേരിലാണ്, കേരളത്തിൽ KSU എന്നുള്ള പേരിലും. ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അതാത് പാർട്ടികളിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ടാണ്. അതായത് കലാലയത്തിൽ രാഷ്ട്രീയം കളിച്ച് അടിയും തടയും വെട്ടും കുത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഇയാളൊരു നേതാവായി കഴിയുമ്പോൾ നേരെ രാഷ്ട്രീയത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും. അടുത്ത നോട്ടം എവിടെ MLA ആയിട്ട് മത്സരിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. ആർക്കാണോ ഏറ്റവും ഭംഗിയായിട്ട് കുതികാല് വെട്ടാൻ അറിയാവുന്നത്, ആർക്കാണോ ഏറ്റവും നന്നായിട്ട് പണം പിരിക്കാൻ പറ്റുന്നത്, ആർക്കാണോ ഏറ്റവും നന്നായിട്ട് ചതിക്കാൻ പറ്റുന്നത്, ആർക്കാണോ പെണ്ണുങ്ങളെ സൂത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അവൻ മിടുക്കനായും MLA ആയും MP ആയും മന്ത്രിയായും വരുന്ന കാലഘട്ടത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്? ഞാൻ രാഷ്ട്രീയമുള്ള കോളേജിലും ഇല്ലാത്ത കോളേജിലും പഠിച്ചവനാണ്. 1971-73 പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചത് രാഷ്ട്രീയമുള്ള കലാലയത്തിലായിരുന്നു. അവിടെ അന്ന് ഏറ്റവും പ്രബലന്മാർ കായബലം കൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. ഇന്ന് അവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അന്ന് ഏറ്റവും വലിയ തല്ലുകാരവരായിരുന്നു. അതുകൊണ്ട് അവരാണ് കോളേജിലെ പ്രബലന്മാർ. അവർക്ക് പുറകിലാണ് SFIയും KSUയും ഏകദേശം സമാസമം തല്ലുകാരാണ്. പക്ഷേ KCMൻ്റെ അത്രയും വലിയ തല്ലുകാരല്ല. ഇതായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി കാലം 2 വർഷം. ഇത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അന്ന് പ്രൊഫഷണൽ കോളേജുകളിൽ രാഷ്ട്രീയമില്ല എന്ന് മാത്രമല്ല, സംഘടനാ സ്വാതന്ത്ര്യമില്ല വിദ്യാർത്ഥികൾക്ക്. ഒരാകാശം ഇടിഞ്ഞു വീണില്ല. 73 മുതൽ 77 വരെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, പാസ്സായി. എത്രയോ പേർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചു. അവരൊക്കെ നല്ല നിലയിൽ ഓരോ സ്ഥലത്തൊക്കെ കഴിയുന്നു. എനിക്ക് മുമ്പ് അവിടെ പഠിച്ചിറങ്ങിയ ഒരു പ്രഗത്ഭനായിരുന്നു ഡോക്ടർ D. ബാബു പോൾ. അദ്ദേഹത്തിനും അവിടെ SFI KSU ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിവില്ല. എത്രയോ മഹാരഥന്മാർ ആ കോളേജിൽ പഠിച്ചിട്ട് പോയി. അന്നൊന്നും ആർക്കും ഈ രാഷ്ട്രീയമില്ലാത്തതിൽ വിഷമം തോന്നിയില്ല. സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്തതിലും വിഷമം തോന്നിയില്ല. ഈ രാഷ്ട്രീയവും സംഘടനാ സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ എല്ലാ ആക്ടിവിറ്റീസും എൻ്റെ കോളേജടക്കം പ്രൊഫഷണൽ കോളേജിൽ നടന്നുകൊണ്ടിരുന്നു. ഒരു കോളേജ് യൂണിയനുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ തിരഞ്ഞെടുപ്പുണ്ട്. അതിൽ മിടുക്കനെന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഹോസ്റ്റലിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. RSS അനുഭാവിയായ എനിക്ക് ഏതെങ്കിലും കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിക്കാൻ കഴിയുമായിരുന്നോ? കേരളത്തിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ
രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയം ഇല്ലെങ്കിൽ ബ്രൈറ്റായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. അവരതിനുശേഷം രാഷ്ട്രീയത്തിൽ അവർ പോകുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ കാര്യം. ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വാലായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങിക്കഴിഞ്ഞാൽ SFI പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു. മോദി ഫാസിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് KSU സമരം ചെയ്യുന്നു. മമതാ ബാനർജി ഹിന്ദുക്കളെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ABVP സമരം ചെയ്യുന്നു. ഈ വക ഭോഷ്കുകൾ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി സംഭവിക്കുന്നതാണ്. ഈ രാഷ്ട്രീയം എടുത്തു കളഞ്ഞാൽ, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഉള്ള സംഘടനാ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞാൽ ഒരു പോപ്പുലർ ഫ്രണ്ടിനും ഒരു CPMനും ഒരു BJPക്കും കോൺഗ്രസ്സിനും ഒന്നും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതോടെ ഏകദേശം 100% പ്രശ്നങ്ങളും ഒതുങ്ങും. ഞാൻ പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഇല്ലാതിരുന്നിട്ടും കോളേജിലെ ചില ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പരീക്ഷ മാറ്റിവെപ്പിക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. കോളേജ് ബസ്സിൻ്റെ ടയർ പഞ്ചറായതിന് സമരം ചെയ്തിട്ടുണ്ട്. കൂവിയിട്ടുണ്ട്, കുറുക്ക് വിളിച്ചിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടുണ്ട്. ദുഷിച്ച് നാറിയ വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് കല്ലെടുത്തിട്ട് എങ്ങോട്ടെന്നറിയാതെ എറിഞ്ഞിട്ടുണ്ട്. ഈ കലാപരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയമില്ലാതെ. ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്കുണ്ടാകും. രാഷ്ട്രീയം കലർത്തിയാൽ ആ നിമിഷം നിങ്ങൾ വേറെ വേറെ കഷ്ണങ്ങളായിട്ട് മാറും. പിന്നെ ഒത്തൊരുമ എന്ന് പറയുന്നത് ഇല്ലാതെയാകും. ഒത്തുതീർപ്പേ ഉണ്ടാകുകയുള്ളൂ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കലാലയങ്ങളിൽ നിന്ന് അടിയന്തരമായി രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തിറക്കണം. ആ രാഷ്ട്രീയം പടിക്കകത്തുള്ളത് കൊണ്ടാണ് സംസ്കാരം പടിക്ക് പുറത്ത് എന്ന് SFI ബോർഡ് വെച്ചത് കൊല്ലത്ത്. ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ വിദ്യാർത്ഥികൾ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക അധപ്പതനം എത്ര കണ്ടായി എന്ന് നോക്കുക. ഇതിനെ രക്ഷിക്കാൻ വിദ്യാഭ്യാസ വിദഗ്ധന്മാരോ സാംസ്കാരിക നായകന്മാരോ ആരും തന്നെ വരില്ല. നമ്മൾ സാധാരണ അച്ഛനമ്മമാർ ഇതിനു വേണ്ടി രംഗത്തിറങ്ങേണ്ടി വരും. കാരണം മേൽപ്പറഞ്ഞ ആളുകൾക്കും അവരുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നോക്കിയിട്ടേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സ്വകാര്യമായ സംഭാഷണത്തിൽ അവർ സമ്മതിക്കും, ഇതൊക്കെ ശരിയാണ് മോഹൻദാസ് എന്നൊക്കെ പറയും. പക്ഷെ ഞാനെന്താ ചെയ്യുക, ഞാൻ ഈ കള്ളിയിലായിപ്പോയില്ലേ, മോഹൻദാസ് ആ കള്ളിയിലായിപ്പോയില്ലേ. ഇങ്ങനെ നിസ്സഹായരാണ് ഈ സാംസ്കാരിക നേതാക്കളും വിദ്യാഭ്യാസ വിദഗ്ധന്മാരുമെല്ലാം. അതിനാൽ കേരളത്തിലെ അച്ഛനമ്മമാർ അധ്വാനിച്ച് പണം മുടക്കി ഈ പിള്ളേരെ നന്നായി പോട്ടെ എന്ന് വിചാരിച്ച് കോളേജിൽ അയച്ച അച്ഛനമ്മമാർ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയമായി. അതല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനല്ല, ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും ഈ ക്യാമ്പസുകൾ നിയന്ത്രണത്തിൽ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ കേരള ഗവർണറുടെ നടപടിയെ അനുകൂലിക്കുന്നു. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഈ നടപടികൾ കൊണ്ട് മാത്രമൊന്നും ക്യാമ്പസുകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. എത്ര ക്യാമ്പസിൽ ഗവർണർ നേരിട്ട് പോകും, എത്ര ക്യാമ്പസിൽ എന്തെല്ലാം നടപടികൾ എടുക്കും, മനുഷ്യസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ഇതിൻ്റെ മൂലകാരണമായ രാഷ്ട്രീയത്തെ ക്യാമ്പസുകളിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ച് മാന്യമായിട്ട് സംസ്കരിച്ചു വിടണം എന്നാണ് എൻ്റെ അപേക്ഷ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.